കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിനെതിരെ തനിക്ക് പരാതിയുണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു. ചേരുകയാണ് സന്തോഷ. പുതിയ നേതൃത്വത്തിലേക്കുള്ള തീരുമാനം അത് ഒറ്റക്കെട്ടായാണ് ഇന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴാണ് കെ സുധാകരൻ ഇക്കാര്യത്തിലെ വിയോജിപ്പുകൾ തുറന്നു പറയുന്നതല്ലേ? തീർച്ചയായും അസ്ഥിത KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിലുള്ള കടുത്ത അതൃപ്തിയാണ് കെ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അനവസരത്തിലായിരുന്നു എന്നുള്ളതാണ് കെ സുധാകരൻ തുറന്നു പറഞ്ഞത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്നുള്ള അഭ്യർത്ഥന നേതൃത്വത്തിന് മുൻപാകെ നടത്തിയിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥന തള്ളി തന്നെ ഹൈക്കമാൻഡിന് ഈ സ്ഥാനത്ത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പാർട്ടിയെ അനുസരിക്കുന്നയാളായതുകൊണ്ടാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള സ്ഥാനം ഏറ്റെടുത്തത്. അത് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പദവിയാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നേതൃത്വത്തിനെതിരെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് സുധാകരൻ ഉന്നയിച്ചത്. അവർ ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ് എന്നുള്ളതായിരുന്നു സുധാകരന്റെ പരാമർശം. മാത്രമല്ല ഈ ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് അത് ഏകപക്ഷീയമായ റിപ്പോർട്ടാണ്. അതിനെതിരെയുള്ള എതിർപ്പും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവാണ്, ദേശീയ തലത്തിൽ ഉള്ള നേതാവാണ്. പേരിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു. KC വേണുഗോപാലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ KC വേണുഗോപാലിനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അക്കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞത്. അത് നിഷേധിക്കാനും സുധാകരൻ തയ്യാറായിട്ടുമില്ല. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇന്ന് ഈ സുധാകരൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.